ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ടേസ്റ്റി പോർക്കിൻ്റെ റെസിപ്പിയാണ്. കഴുകി വൃത്തിയാക്കിയ പോർക്കിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഉപ്പ്, ഇതിനൊപ്പത്തിന് വെള്ളവും വെച്ചിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. ഓരോ സ്ഥലത്തു നിന്ന് കിട്ടുന്ന പോർക്കിനും അത് വെക്കുന്ന കുക്കറിനൊക്കെ വേവിന് വ്യത്യാസമുണ്ട്. എനിക്കിത് വേവാൻ രണ്ട് വിസിൽ മതി കേട്ടോ. ഈ നേരം കൊണ്ട് നമുക്ക് 2 സവോള, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, കറിവേപ്പില, മല്ലിയില, പച്ചമുളക് ഇതൊക്കെ ഇതുപോലെ അരിഞ്ഞ് വെക്കാം. പോർക്ക് വെന്ത് വന്നിട്ടുണ്ട്. അത് വെള്ളവും നെയ്യൊക്കെ ഊറ്റിക്കളഞ്ഞ് കട്ടിയുള്ളൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതാണ് ഇതിൽ ഇത്തിരി കട്ടിയുള്ളൊരു പ്രോസസ്സ്. ഇത് കൈയെടുക്കാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. മാക്സിമം നെയ്യ് ഇതൊന്ന് ഉരുക്കി വെക്കണം കേട്ടോ. നെയ്യ് ഉരുക്കി എടുത്തിട്ടുണ്ട്. ഇനി വേറൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സവാള ഒത്തിരി ഫ്രൈ ഒന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഇതെനിക്ക് എൻ്റെ ആൻറ്റി പറഞ്ഞു തന്ന റെസിപ്പിയാണ് കേട്ടോ. ആൻറ്റി നല്ലൊരു കുക്കാണേ. നമ്മുടെ വാടി വന്ന സവോളയിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത് 3 കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ഇത് ജസ്റ്റ് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ. ആൻറ്റി ഇതിനെ ചില്ലി പോർക്ക് എന്നാണ് വിളിക്കുക. അപ്പം ഞാനും ഇതിന് ചില്ലി പോർക്ക് എന്ന് തന്നെ വിളിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിച്ചോട്ടോ. ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതൊന്ന് മൂത്ത് വരണോടുകൂടി നമുക്ക് ഇതിലേക്ക് ഇച്ചിരി കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇത് നല്ലപോലെ മൂത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3/4 സ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മെയിനായിട്ട് എരിവ് കൊടുക്കുന്നത് കുരുമുളകാണ്. അപ്പോൾ ഒരു വലിയൊരു സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 സ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മസാലകളെല്ലാം പച്ചമണം പോകുന്നത് വരെ ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കുക കേട്ടോ. കൈയെടുക്കാതെ ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ പോർക്ക് ഇട്ട് കൊടുക്കാം. ഈ മസാല നല്ലപോലെ മൂത്ത് വരുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ പോർക്ക് ഇട്ട് കൊടുക്കാം. പോർക്കിൻ്റെ ഉപ്പൊക്കെ നോക്കിക്കോളാം. എനിക്ക് ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു. ഞാൻ ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു ഓപ്ഷണൽ ആയിട്ടാണ് 1 സ്പൂൺ ടൊമാറ്റോ സോസ്. അത് ഓപ്ഷനിലാണ്, നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഇതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്താൽ നമ്മുടെ സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. മല്ലിയില, ഗരം മസാലയും കൂടി ഒന്ന് തൂവി കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടെ എൻ്റെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.